ഉണ്ടായിരിക്കും എന്നുള്ള രീതിയിൽ തന്നെ അവരുടെ വിഷമത്തെ മനസ്സിലാക്കുവാനുള്ള കഴിവിനെയാണ് അനുകമ്പ എന്ന് പറയുന്നത്. മാത്രമല്ല, പറ്റുമെങ്കിൽ അവരുടെ ആ കഷ്ടപ്പാടുകളെ ലഘൂകരിക്കുവാൻ നമ്മളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ ചെയ്യുക. ഇനി അഥവാ ചെയ്തു കൊടുക്കാൻ പറ്റില്ലെങ്കിലും ഉള്ളിൽ അവരുടെ കഷ്ടപ്പാടുകൾ പരിഹരിച്ചു കൊടുക്കുവാനുള്ള ഒരു ആഗ്രഹമെങ്കിലും കൊണ്ടു നടക്കുക എന്നുള്ളതാണ് അനുകമ്പ. ഇത് വ്യക്തിത്വത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അടുത്തത് ധൈര്യമാണ്. എന്തിനാണ് നമ്മൾ ധൈര്യം എന്ന് പറയുന്നത്? ധൈര്യം എന്നാൽ ഒന്നിനെയും ഭയമില്ലാത്ത അവസ്ഥയല്ല. ഇത് വളരെയധികം ശ്രദ്ധിക്കണം. ധൈര്യം എന്നാൽ തന്റെ ഭയത്തെ വകവയ്ക്കാതെ പ്രവർത്തിക്കുക എന്നാണ് അർത്ഥം. ദ ഡെഫിനിഷൻ ഓഫ് കറേജ്, അത് വളരെ ശ്രദ്ധിക്കണം. തന്റെ ഭയത്തെ വകവയ്ക്കാതെ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഭയം ഇല്ലാത്ത മനുഷ്യരൊന്നുമില്ല. മനുഷ്യന്റെ അടിസ്ഥാന വികാരങ്ങളിൽ ഒന്നായിട്ട് ഭയം കിടക്കുന്നുണ്ട്. അത് നമ്മളിൽ ജനിതകപരമായി കൈമാറ്റം ചെയ്യപ്പെട്ട് വന്നിട്ടുള്ള ഒരു പ്രത്യേക വികാരമാണ്. ഈ ഭയം ഇല്ലാത്ത മനുഷ്യരൊന്നുമില്ല. പക്ഷെ ഭയം വകവയ്ക്കാതെ ജീവിക്കാൻ വേണ്ടി, ഭയന്നുകൊണ്ടിരുന്നാൽ ശരിയാവില്ല എന്ന് മനസ്സിലാക്കി ജീവിക്കാൻ വേണ്ടി ഭയം വകവയ്ക്കാതെ പ്രവർത്തിക്കുന്നവരാണ് ധൈര്യശാലികൾ വാസ്തവത്തിൽ. ഇത് വ്യക്തിത്വത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കോമ്പോണന്റ് ആണ്. അടുത്തതാണ് നർമ്മം. നർമ്മം മറ്റുള്ളവരെ രസിപ്പിക്കുവാനുള്ള കഴിവാണ്. സഭ്യമായ രീതിയിൽ മറ്റുള്ളവരെ സംസാരിച്ചുകൊണ്ടും പെരുമാറ്റ പ്രകടനങ്ങൾ കൊണ്ടും മറ്റുള്ളവരെ തൻ്റെ കൂടെ ഇടപഴകുന്ന ഒരു ചെറിയൊരു സമൂഹത്തെ ആണെങ്കിൽ പോലും അവരെ രസിപ്പിക്കുവാനുള്ള കഴിവിനെയാണ് നർമ്മം എന്ന് പറയുന്നത്. ഒട്ടും നർമ്മം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത മനുഷ്യരെ പൊതുവെ എല്ലാവർക്കും അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടണമെന്നില്ല. സാധാരണ മനുഷ്യർക്കിടയിൽ അത് അങ്ങനെയാണ്. അതുകൊണ്ട് അല്പസ്വല്പമൊക്കെ നർമ്മം നമ്മുടെ ജീവിതത്തിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുക, തമാശകളൊക്കെ ഉപയോഗിക്കുക എന്നുള്ളത് നല്ല വ്യക്തിത്വത്തിൻ്റെ ഒരു ഭാഗമാണ്. പലരും നല്ല വ്യക്തിത്വം എന്ന് പറയുമ്പോൾ ഭയങ്കര സീരിയസ് ആയിരിക്കണം, ഗൗരവക്കാരനായിരിക്കണം എന്നൊക്കെ വിചാരിച്ചു പോകും. പക്ഷെ അങ്ങനെയല്ല. നർമ്മം നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അടുത്തതാണ് അഗ്രിയബിൾനെസ്, അതായത് സമ്മതം കൊടുക്കൽ. അതായത് പല കാര്യങ്ങൾക്കും മനുഷ്യരുമായിട്ട് ഇടപഴകുന്ന സമയത്തൊക്കെ നമ്മൾ ഒരു വിലങ്ങ് തടിയായിട്ട് നിൽക്കാതിരിക്കുക. മറ്റുള്ളവരുടെ പല ആഗ്രഹങ്ങളും ഉണ്ടായിരിക്കുമല്ലോ. പലർക്കും പലതരത്തിലുള്ള ഫീലിങ്സ് ഉണ്ടായിരിക്കും. മനുഷ്യരുടെ ഫീലിങ്സിനെയൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാവുകയും അംഗീകരിക്കാവുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ തൻ്റെ ഒരു ഈഗോ കൊണ്ട് അത് അംഗീകരിക്കാതിരിക്കുന്ന സ്വഭാവമില്ലേ, അത് ചെയ്യാതിരിക്കുക. പല കാര്യങ്ങൾക്കും വലിയ ദ്രോഹമൊന്നുമില്ലാത്ത കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അംഗീകരിച്ചു കൊടുക്കുക, സമ്മതിക്കുക എന്നുള്ളത് വ്യക്തിത്വത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അടുത്തതാണ് റെസിലിയൻസ്, അതായത് സഹിഷ്ണുത. പ്രതികൂല സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് വരും. ഈ സാഹചര്യം വരുന്ന സമയത്ത് നമ്മൾ സാധാരണ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു മാനസികാവസ്ഥയിൽ നിന്ന് ഒന്ന് താഴെ വീഴും എന്നുള്ളത് ഉറപ്പാണ്. നമ്മളൊരു വെള്ളത്തിൽപ്പെട്ട് മുങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. എന്നാൽ അതിൽ നിന്നും നീന്തി വീണ്ടും കര കയറാനുള്ള കഴിവിനെയാണ് നമ്മൾ സഹിഷ്ണുത എന്ന് പറയുക. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സ്ട്രെസ്സുകൾ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതികൂല സാഹചര്യങ്ങൾ, അവയിൽ നിന്ന് വീണ്ടും കരകയറി പച്ചപിടിപ്പിക്കുവാനുള്ള കഴിവിനെയാണ് സഹിഷ്ണുത എന്ന് പറയുന്നത്. ഇത് വ്യക്തിത്വത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്.